വ്യാപിക്കുക എന്നതാണ്. നഗര ഗ്രാമ അതിർവരമ്പ് അതിവേഗത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എവിടെ നഗരം അവസാനിക്കുന്നുവെന്നോ എവിടെ ഗ്രാമം തുടങ്ങുന്നുവെന്നോ കാണാൻ കഴിയാത്ത തരത്തിൽ, തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ കേരളമാകെ ഒറ്റ വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാവിയിൽ ഭാവിയിലെന്നല്ല ഇപ്പോൾ തന്നെ കേരളത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നം ഈ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതും അത് തുറന്നു തരുന്ന സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതുമാണ്. അപ്പൊ അത് രണ്ടും കഴിയണമെങ്കിൽ ഈ വെല്ലുവിളികളെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാനും നഗരവൽക്കരണം തുറന്നു തരുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും കഴിയണമെങ്കിൽ സമഗ്രമായ ശാസ്ത്രീയമായിട്ടൊരു നയം ആവശ്യമാണ് എന്ന് സർക്കാർ നേരത്തെ തന്നെ കണ്ടു. ആ നയം ആവിഷ്കരിക്കുന്നതിനാണ് ഒരു കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു. കൊച്ചി മേയർ അതിലൊരു കോ ചെയർമാൻ ആയിരുന്നു. കേരളത്തിലാകെ സഞ്ചരിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം സ്വീകരിച്ച് സമഗ്രമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി. അത് ഇന്ത്യയിൽ ആദ്യമാണ്. അത്തരമൊരു പഠനം, നഗരനയം സംബന്ധിച്ചൊരു പഠനം നടക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അത് അന്തിമമാക്കുന്നതിനാണ് ഇപ്പോൾ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. 12, 13 തീയതികളിൽ ഈ റിപ്പോർട്ടിനെയും അതിലെ ശുപാർശകളെയും ആസ്പദമാക്കിയിട്ടുള്ള ഒരു കോൺക്ലേവ് ഗ്രാൻഡ് ഹയാറ്റിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ നടത്തുന്നത്. കോൺക്ലേവ് 12-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 മണിക്ക് കേന്ദ്ര നഗരകാര്യ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയായിട്ട് കോൺക്ലേവിൽ പങ്കെടുക്കും. അതിനു പുറമെ ശ്രീലങ്കൻ നഗരവികസന വകുപ്പ് മന്ത്രിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് മന്ത്രിമാര് അനേകം പേരുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ എല്ലാവർക്കും നൽകുന്നുണ്ട്. ഈ കോൺക്ലേവിൽ വിദേശത്ത് നിന്ന് 3 മന്ത്രിമാർ, ശ്രീലങ്കയിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നുള്ള മന്ത്രി, അതുപോലെ മലേഷ്യയിൽ നിന്നുള്ളൊരു മന്ത്രി, 3 വിദേശത്തു നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. വിദേശത്ത് നിന്നുള്ള ശ്രീലങ്കൻ നഗരവികസന മന്ത്രി അനുര കരുണതിലക, ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഡർബനിൽ നിന്നുള്ള മാർട്ടിൻ മേയർ, മലേഷ്യയിൽ നിന്നുള്ള ഭവന നിർമ്മാണ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഇൻകോർ മിങ്, അതിനു പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, തമിഴ്നാടിന്റെ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ നെഹ്റു, ഹിമാചൽ പ്രദേശിന്റെ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ വിക്രമാദിത്യ സിംഗ്, പഞ്ചാബിൽ നിന്നുള്ള നഗരവികസന വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് മുണ്ട്യൻ, മധ്യപ്രദേശിന്റെ നഗരവികസന വകുപ്പ് മന്ത്രി കൈലാഷ് വിജയവർഗിയ, മുൻ രാജ്യസഭാംഗം രാജീവ് ഗൌഡ, ജമ്മു കാശ്മീരിൽ നിന്ന് നഗരവികസന വകുപ്പ് മുഖ്യമന്ത്രിയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ചുമതലപ്പെടുത്തിയ MLA തൻവീർ സാദിഖ് എന്നിവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ മേയർമാർ, പ്രധാനപ്പെട്ട നഗരങ്ങളുടെ മേയർമാരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള മേയർമാരും പങ്കെടുക്കുന്നുണ്ട്. ഈ കോൺക്ലേവിൽ 10 വിഷയങ്ങളെ ആസ്പദമാക്കി, അതായത് റിപ്പോർട്ട് 10 വിഷയങ്ങളെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് അർബൻ കമ്മീഷന്റെ റിപ്പോർട്ട്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള 10 പാരലൽ സെഷനുകൾ നടക്കും. അതോടൊപ്പം 2 ഫോക്കസ് സെഷനുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ റൗണ്ട് ടേബിളുകളുണ്ട്, ഫയർ സൈഡ് ചാറ്റ് ഉണ്ട്. ആ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇവന്റുകൾ, ഒന്ന് ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മിനിസ്റ്റേഴ്സ്, അതിലാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം പങ്കെടുക്കുന്നത്. ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മിനിസ്റ്റേഴ്സ്, വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന മന്ത്രിമാരുടെ ഒരു ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം.
മറ്റൊന്ന് ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മേയേഴ്സ്. അതിൽ ഡർബൻ സിറ്റി മേയർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള സിറിൽ സാബ, കൊളംബോ സിറ്റി മേയർ വ്രൈക്കാലി ബൽത്തസാർ, മാൽഡീവ്സിലെ മേയർ ആദം അസി, ബ്രസീലിയൻ അസോസിയേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഡ്വേർഡോ ടാഡ്യൂ, നേപ്പാളിൽ നിന്നുള്ള മേയർമാരായിട്ടുള്ള പ്രഹ്ലാദ് സബ്കോട്ട, അതുപോലെ ഭീം പ്രസാദ് എന്നിവരും, പിന്നെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളുടെ മേയർമാരും പങ്കെടുക്കുന്ന ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മേയേഴ്സ് നടക്കുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നഗരസഭാ കൌൺസിലർമാരടങ്ങുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവരുടെ കൌൺസിലേഴ്സ് അസംബ്ലി കൂടി ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. 13 വൈകിട്ട് 4 സമാപന സമ്മേളനം. അതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യ റെസിഡന്റ് കോർഡിനേറ്റർ ഷോംബി ഷാർപ്പ് മുഖ്യാതിഥിയായിരിക്കും. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന മന്ത്രിമാർ ഉദ്ഘാടന സെഷനിലും സമാപന സെഷനിലുമായിട്ട് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം വിശദാംശം നൽകിയിട്ടുണ്ട്. കോൺക്ലേവിന്റെ ഭാഗമായി സെപ്റ്റംബർ 11 മുതൽ 15 വരെ കൊച്ചി മറൈൻ ഡ്രൈവിൽ വിപുലമായിട്ടുള്ള പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ നഗര വികസനത്തിലെ നേട്ടങ്ങൾ, പുതിയ ആശയങ്ങൾ, നവീനമായ സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര മാതൃകകൾ, നഗര സൌകര്യങ്ങളുടെ പുരോഗതി, കേരളത്തിലെ നഗരഭരണ സ്ഥാപനങ്ങളുടെ ബെസ്റ്റ് പ്രാക്ടീസസ്, ഇതെല്ലാം പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വേദിയായിരിക്കും ഈ പ്രദർശനം. 1000-ലധികം പേരാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അർബൻ പ്ലാനിംഗും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിനിധികളായിട്ട് ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഒരേ സമയം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഒരു നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായി മാറുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഈ റിപ്പോർട്ടും അതിന്റെ ശുപാർശകളും ഈ കോൺക്ലേവിൽ വെച്ച് അന്തിമമാക്കും. റിപ്പോർട്ടിലെ ശുപാർശകളിൽ ചിലത് ഇതിനകം തന്നെ നടപ്പാക്കാൻ സർക്കാർ നേതൃത്വം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് കൊച്ചി മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി വന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോഴിക്കോടും തിരുവനന്തപുരത്തും കൂടി MPCകൾ, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ നിലവിൽ വരും. അത് ഈ കമ്മീഷന്റെ ശുപാർശകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ മുനിസിപ്പൽ ബോണ്ട് കമ്മീഷന്റെ ശുപാർശകളിൽപ്പെട്ടതാണ്. മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഇതിനകം തന്നെ നടപ്പാക്കി തുടങ്ങി. ബാക്കി കാര്യങ്ങൾ ഈ കോൺക്ലേവിൽ ഇന്ത്യക്കകത്തെയും വിദേശത്തെയും നഗര ഭരണ മാതൃകകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും അന്തിമമാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, കൊച്ചിയെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരമാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും അനേകം പേർ, അക്കാദമിക് വിദഗ്ധർ അനേകം പേര് വേറെയുണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ കോൺക്ലേവിന് കൊച്ചി വേദിയാവുമ്പോൾ കൊച്ചിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു 2-2.5 വർഷം മുമ്പ് ഇതേ ഹാളിലാണ് ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട് ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയത്. അന്ന് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചും നഗരത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ബ്രഹ്മപുരത്തെക്കുറിച്ചൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നു. അസംബ്ലിയിൽ ഉറപ്പു നൽകിയതുപോലെ ഇവിടെയും ഞങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. ഈ ആപത്തിനെ ഒരു അവസരമാക്കി മാറ്റും, കൊച്ചിയെ മാറ്റുന്നതിനും കേരളത്തെ ആകെ മാറ്റുന്നതിനുമുള്ള ഒരവസരമാക്കി മാറ്റും എന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് കൊച്ചിയിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ സ്വച്ഛ് സർവേഷൻ, കേന്ദ്ര ഗവൺമെന്റ് 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നഗര ശുചിത്വ സർവേ, ആ സർവേയിൽ ചിത്രത്തിൽ ഇതുവരെ കേരളം ഉണ്ടായിട്ടില്ല, കൊച്ചിയും ഉണ്ടായിട്ടില്ല. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് ഏറ്റവും മികച്ച റാങ്കിംഗ് ഈ വർഷം ലഭിച്ചു. കൊച്ചി ഉൾപ്പെടുന്ന നഗരവിഭാഗങ്ങളിൽ 50-ാം റാങ്കാണ് കൊച്ചിക്ക് കരസ്ഥമാക്കാനായത്.
റാങ്ക് മാത്രം കൊണ്ട് നമുക്ക് ഈ മാറ്റം അടയാളപ്പെടുത്താൻ പറ്റില്ല. തൊട്ട് മുമ്പത്തെ വർഷം 1818 മാർക്ക് 10,000-ൽ ലഭിച്ച കൊച്ചിക്ക് ഈ വർഷം കിട്ടിയത് 8,448 മാർക്കാണ്. അത്ര വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിലാകെ ഇതുണ്ടായി. ഇന്ന് ബ്രഹ്മപുരം ബയോമൈനിങ് ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞു. ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയ കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഡംപ് സൈറ്റ്, 9 ലക്ഷം മെട്രിക് ടൺ മാലിന്യം കുമിഞ്ഞുകൂടിയ സ്ഥലം ഇന്ന് ഏറെക്കുറെ പൂർണ്ണമായും വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ റെക്കോർഡ് വേഗത്തിലാണ്, യുദ്ധകാലാടിസ്ഥാനത്തിലാണ് BPCLന്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് വന്നത്. ആ പ്രദേശം മുഴുവൻ ശാസ്ത്രീയവും ആധുനികവുമായ ലോകോത്തര നിലവാരമുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നമ്മുടെ പ്ലാൻ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ മാറ്റങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു നഗരം എന്ന നിലയിൽ കൊച്ചി വലിയ മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അർബൻ കോൺക്ലേവിന് കൊച്ചി വേദിയാകുന്നത്. അത് കൊച്ചിയെ സംബന്ധിച്ചും ഒരു വലിയ അവസരമായിരിക്കും. ഇത്രയാണ് എനിക്ക് ഇത് സംബന്ധിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതിന് ഒരു സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സംഘാടനം നടക്കുന്നത്. തദ്ദേശ മന്ത്രിയാണ് ചെയർമാൻ. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി, എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഇതിന്റെ കോ ചെയർമാനാണ്. കൺവീനർ ബഹുമാനായിട്ടുള്ള മേയറാണ്. GCDA ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള ഇതിന്റെ ഭാരവാഹിയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഉദ്യോഗസ്ഥ സംവിധാനം, അതുപോലെ നമ്മുടെ സ്വാഗത സംഘം എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യയിലെ നഗരവികസന മന്ത്രിമാരുടെ ഒരു പ്രത്യേക സമ്മേളനം കൂടി ഇതോടൊപ്പം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്ന് ബഹുമാന്യനായിട്ടുള്ള യൂണിയൻ മിനിസ്റ്റർ മനോഹർലാൽ ഖട്ടർ അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും വളരെ പ്രാധാന്യത്തോടെയാണ് ഈ കോൺക്ലേവിനെ കാണുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം കമ്മീഷൻ തന്നെ പരിശോധിച്ചിട്ടും ഉണ്ട്. ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അമെന്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ മുനിസിപ്പൽ ആക്ടിലൊക്കെ അമെന്റ്മെന്റ് ആവശ്യമായിട്ട് വരും. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കോൺക്ലേവ് കഴിഞ്ഞാലേ അത്തരം കാര്യങ്ങളിലേക്ക് ഇറക്കൂ. മാത്രമല്ല, അമെന്റ്മെന്റിന് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ അത് വേണ്ടിവരും. അമെന്റ്മെന്റ് ആവശ്യമായിട്ട് വരും. ഇപ്പൊ ചില ശുപാർശകളൊക്കെ, ഇപ്പോ സിറ്റി ക്യാബിനറ്റ് പോലുള്ള ചില ശുപാർശകളൊക്കെ ഉണ്ട്. മേയറുടെ നേതൃത്വത്തിൽ സിറ്റി ക്യാബിനറ്റ് തുടങ്ങിയിട്ടുള്ള വളരെ നവീനമായിട്ടുള്ള പുതിയ ശുപാർശകൾ, അതൊക്കെ നടപ്പാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആക്ട് അമെന്റ് ചെയ്യേണ്ടി വരും. അത് GCDA മുൻകൈയെടുത്താണ് സംഘടിപ്പിച്ചത്. അതിന്റെ റിസൾട്ട് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ടിന്റെ പശ്ചാത്തലത്തിലാണ് ചെയ്തത്. ആ ആക്ടിന്റെ റൂൾസ് ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റിൽ. ബോധിയുടെ ഡെലിബറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഓൾ ഇന്ത്യ വിദഗ്ധരുടെ കൂടി അഭിപ്രായങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കാൻ റൂൾസ് ഇറക്കുകയും ചെയ്തു. ആക്ടിലും ചില ഭേദഗതികളുണ്ട്, ഗവൺമെന്റിന്റെ മുൻപിലുണ്ട്. പ്രാക്ടിക്കലായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ടൂള് ലാൻഡ് നേടുന്നതിന് വേണ്ടി മറ്റ് ലോകരാജ്യങ്ങളിലും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും നടക്കുന്നത് കൊച്ചിക്കും ബാധകമാക്കുന്ന വിധത്തിൽ ഞങ്ങളൊരു പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നോക്കി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ലാൻഡ് പൂളിങ്ങിൻ്റെ ഒരു ലാർജ് സ്കെയിൽ എഫർട്ട് ഇൻഫോ പാർക്കിൻ്റെ തേർഡ് സ്റ്റേജ് എക്സ്പാൻഷന് വേണ്ടി വന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ് അതിൻ്റെ ചുമതല GCD ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കും അതുപോലെ വിവിധ വകുപ്പുകളും സംയോജിതമായിട്ട് പണി ആരംഭിക്കുകയാണ്.
അടുത്തയാഴ്ച ഞങ്ങൾ ഇൻഫോ പാർക്കിൽ തന്നെ ആ ലാൻഡ് പൂളിംഗ് ഒരു വലിയ എഫർട്ടാണ്. ഒന്നും അതിനെ സംബന്ധിച്ച് ആൾക്ക് അധികം അറിയില്ല, അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ല. ലാൻഡ് വാങ്ങുന്നതിന് പകരം ലാൻഡ് എൻഗേജ് ചെയ്യുകയാണ്. എന്നിട്ട് ഓണർഷിപ്പ് അവരുടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി 30-40% ലാൻഡ് ഉപയോഗപ്പെടുത്തും. ബാക്കി ലാൻഡിന്റെ വാല്യൂ അല്ലാതെ ഉയരുമ്പോൾ അവർക്ക് തന്നെ ഒരു അപ്രിസിയേഷൻ ആയിട്ട് തോന്നുകയും എല്ലാ നഗരങ്ങളിലും വിജയിച്ചിട്ടുള്ളതുമാണ്. ഇവിടെ സാധിക്കുന്നത് ഞങ്ങളിപ്പോൾ നോക്കിയിടത്തോളം കാര്യങ്ങൾ കുന്നത്തുനാട് അതുപോലെ കിഴക്കമ്പലം മുഖ്യമായും 2 പഞ്ചായത്തുകളിലാണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ജിയോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി എന്ന നിലയ്ക്ക് വരുന്നത്. അത് ഞങ്ങൾ അടുത്ത ആഴ്ച ഓഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അതിന് നോട്ടിഫിക്കേഷനിലേക്ക് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ ഭൂമിയുടെ ഉടമകളുമായി നല്ല ബന്ധത്തിൽ പോകുന്നതിന് നടത്തേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം ചെയ്യും. ഒരു 300 ഏക്കറെങ്കിലും ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വേണ്ടിവരും. ഞങ്ങളുടെ ലാർജർ പ്ലാൻ 600 ഏക്കറാണ്. അത് ഇൻഫോ പാർക്കിന്റെ ഭാവി വികസനത്തിന് വലിയ തോതിൽ സഹായിക്കും. ഇപ്പോൾ അത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ GCD വൈസ് ചെയർമാൻ പറഞ്ഞു, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ കോൺക്ലേവ് നടന്നത്. അത് ആ ഒരു ഇതിനെ മുൻനിർത്തിയിട്ടുള്ളതാണ്. പക്ഷെ ആ കോൺക്ലേവിൽ നടന്ന ചർച്ചകളുടെ കൂടി റിസൾട്ടാണ് യഥാർത്ഥത്തിൽ അർബൻ കമ്മീഷൻ എന്നത്. സമഗ്രമായി, കാരണം ഓരോ പ്രശ്നത്തെ മാത്രം നമ്മൾ അഭിസംബോധന ചെയ്യുക എന്നതിന് പകരം സമഗ്രമായി നഗരവികസനത്തെ അഭിസംബോധന ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് നയിക്കാൻ ആ കോൺക്ലേവ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് മറ്റാരും അത്തരമൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ലെങ്കിലും കേരളം ആദ്യമായിട്ട് അത്തരമൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത്. കാരണം കേരളത്തിലാണ് അതിവേഗത്തിൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ വേഗത്തിലാണ് കേരളത്തിൽ നഗരവൽക്കരണം നടക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഒരു വികസനം തന്നെ ഇനി ഈ നഗരവൽക്കരണത്തെ കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കൂടുതൽ ധാരാളം ഇപ്പോൾ ഫണ്ട് നഗരവൽക്കരണമോ അല്ലെങ്കിൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചറിനും മറ്റുമൊക്കെ ആയിട്ട് കിട്ടാനുള്ള സാധ്യത നിൽക്കുകയാണ്. അപ്പം അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഇക്കാര്യത്തിലെല്ലാം വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഇത് രണ്ടും ഇപ്പോ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ സജീവമായിട്ടുള്ള പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നമുക്ക് അധികം വൈകാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. FIR-ന്റെയും TDR-ന്റെയും TOD. ഒരു കോർപ്പറേഷനോട് മാത്രമല്ല, എല്ലാവരും വഹിക്കുന്നുണ്ട്. എല്ലാ കോർപ്പറേഷനുകളോടും പറഞ്ഞിട്ടുണ്ട്. കൊച്ചി അല്ല, അവരവർക്ക് കൊച്ചിയല്ലേ വെന്യൂ. ഞാൻ എന്താ ഈ ചോദ്യം വരാത്തെന്ന് വെച്ചിരിക്കുന്നു. അല്ല, അതാ പറഞ്ഞത്, കൊച്ചിയാണ് വെന്യൂ. അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം കൊച്ചിക്കുണ്ട്. നേരത്തെ നമ്മൾ വൃത്തി കോൺക്ലേവ് നടത്തിയത് തിരുവനന്തപുരത്തായിരുന്നു. അവിടെ അവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിച്ചത്. ആദ്യമായിട്ട് ചെയ്യുന്നൊന്നുമല്ലല്ലോ നമ്മള്. കോർപ്പറേഷന് പൈസ കൊടുക്കാനുണ്ടെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് പറയുമ്പോൾ നിങ്ങൾ കോർപ്പറേഷന് കൊടുക്കാനുള്ള പൈസയെക്കുറിച്ച് മാത്രമാണ് വയ്ക്കുന്നത്. കേരളത്തിന് കേന്ദ്രത്തിന് കിട്ടാനുള്ള പൈസ ഉണ്ട്. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. GSTയുടെ മറ്റേ വിഹിതമാണെങ്കിലും അല്ലെങ്കിൽ നികുതി വിഹിതമാണെങ്കിലും ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടേണ്ട പൈസയൊക്കെ ആണെങ്കിലും കിട്ടാത്തതിനെ കുറിച്ച് അത് ഇത്രയൊന്നും അല്ല കേട്ടോ കിട്ടാനുള്ളത്. ആയിരക്കണക്കിന് കോടിയാണ് കിട്ടാനുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത 0.5% വീതമുള്ള വർധനവ് 30% എത്തുന്നതുവരെ 0.5% വർദ്ധിപ്പിക്കണമെന്നതാണ്. 2021 ഈ ഗവൺമെന്റ് ഇതിന് തൊട്ടുമുമ്പുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 20% ആയിരുന്നു. ഇപ്പോൾ 28.69%
വികസന ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. ഈ ഞെരുക്കവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല 0.5% വർധനവ് എന്ന ക്യാബിനറ്റ് തീരുമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മേയർ ആ കാര്യം പറയും. ഒരു കാര്യം ഞാൻ പൊതുവെ നന്നായി ഒരു അർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾ വന്നത്, കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക സംസ്ഥാന സർക്കാരിനേക്കാൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. GST വന്നതോടുകൂടി സംസ്ഥാന സർക്കാരുകളുടെ കൈയൊക്കെ കെട്ടിയിട്ടല്ലോ. അപ്പോൾ പുതിയ GST പരിഷ്കാരം കൂടി വരുമ്പോൾ 10,000 കോടിയുടെ നഷ്ടം വരുന്നതാണ് ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ കേസ്മാർട്ട് നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വർധനവുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം വർദ്ധിച്ച സ്ഥലം കൊച്ചിയാണ്. എങ്ങനെ വന്നു? ഡേറ്റ പ്യൂരിഫൈ ചെയ്തു. നേരത്തെ നികുതി അടയ്ക്കാതെ ഉണ്ടായിരുന്ന, വർഷങ്ങളായിട്ട് അടയ്ക്കാതിരുന്ന ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ കണ്ടുപിടിച്ചു. അത് എനിക്ക് തോന്നുന്നു 1-2 പത്രങ്ങൾ ആ വാർത്ത കൊടുത്തിരുന്നു. 1-2 പത്രങ്ങൾ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വാർത്ത കൊടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ വലിയ വർധനവ് ഉണ്ടായത് അധിക നികുതി ഏർപ്പെടുത്തിയിട്ടല്ല, കാര്യക്ഷമമായി പിരിച്ചെടുത്തു. ഒറ്റ ഉദാഹരണം പറയാം. കേരളത്തിൽ ഏറ്റവും മോശം നികുതി പിരിവുണ്ടായിരുന്നത് പണ്ടേ പരമ്പരാഗതമായിട്ട് കോർപ്പറേഷനുകളുടേതാണ്. ഡിമാൻഡിന്റെ 20%, 25%ഒക്കെയാണ് പിരിച്ചിരുന്നത് എല്ലാ കോർപ്പറേഷനുകളും. ഞാൻ ഏതെങ്കിലും ഒന്നല്ല പറഞ്ഞു, മൊത്തത്തിൽ. അത് കഴിഞ്ഞാൽ മോശം ഉണ്ടായിരുന്നത് മുനിസിപ്പാലിറ്റികളുടേതാണ്. പഞ്ചായത്തുകൾ എപ്പോഴും 85% ഡിമാൻഡിന്റെ പിരിക്കും. ഇത്തവണ കേസ്മാർട്ട് നടപ്പാക്കി ഒറ്റ വർഷം കൊണ്ട് കോർപ്പറേഷനുകളുടെ നികുതി പിരിവ് 26 നിന്ന് 56% വരുന്നത് ഒറ്റയടിക്ക്. എന്ന് പറഞ്ഞാൽ ഉണ്ടായ വരുമാനം ഇരട്ടിയിലധികമായി എന്നതാണ്. അപ്പൊ ആ നിലയിലുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ബ്രഹ്മപുരം പ്ലാന്റിന്റെ കമ്മീഷനിങ്ങിന് നമ്മൾ റെഡിയാണ്. BPCLാണല്ലോ പ്ലാന്റ് ഉണ്ടാക്കിയത്. അപ്പൊ അവര് സമയം പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ട്രയൽ റൺ കഴിഞ്ഞു. സ്മാർട്ട് സിറ്റിക്ക് സ്മാർട്ട് സിറ്റിയുടെ കാര്യം കൂടി ഇവിടെ അറിയാലോ, കൊച്ചിയിൽ നടപ്പാക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഏതില? മുനിസിപ്പൽ ബോണ്ട് ലോകത്ത് പലയിടത്തും ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. അത് വരുമാനം കണ്ടെത്താനുള്ള ഒരു നവീനമായിട്ടുള്ള മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ചൊരു നവീന മാതൃകയാണ്. യഥാർത്ഥത്തിൽ പുറത്തൊക്കെ ഇത് നേരത്തെ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ചില പ്രധാനപ്പെട്ട നഗരസഭകളൊക്കെ ഈ മുനിസിപ്പൽ ബോണ്ട് ഇതിനകം തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്രെഡിറ്റ് റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുക. ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കൊച്ചി കോർപ്പറേഷനിൽ തുറക്കം കുറിച്ചു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യം ഇവിടെ ബഹുമാന്യ മിനിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. അതായത് നമ്മുടെ കേസ്മാർട്ട് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം പോലും കൊച്ചി കോർപ്പറേഷനിലെ കോൺട്രാക്ടർമാർ പഴയതിൽ നിന്നും വ്യത്യസ്തമായി പായസം വിളമ്പാനുള്ളൊരു കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒറ്റ വർഷത്തെ ഇപ്പോൾ 9 മാസത്തെ കുടിശ്ശികയിലേക്ക് കോർപ്പറേഷന്റെ കുടിശ്ശിക താഴെ വന്നു. ഞങ്ങൾ ആരംഭിക്കുമ്പോൾ 39 മാസം വരുന്നു. ഗവൺമെന്റിന് അപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളും ഗവൺമെന്റിന്റേതായ പെട്ടെന്ന് പണം തരാനുള്ള പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, തദ്ദേശ മന്ത്രി തന്നെയാണ് അതിന് മുൻകൈയെടുത്ത് അദ്ദേഹം ധനകാര്യമന്ത്രിയുമായി ഒരു മീറ്റിംഗ് നടത്തുകയും അങ്ങ് ചോദിച്ച ഈ കാര്യത്തിൽ ഗവൺമെന്റിൽ നിന്നും പൊതുവെ കൊച്ചിക്ക് മാത്രമല്ല എല്ലാ നഗരസഭകൾക്കും കുറേശ്ശെ പണം കിട്ടാനുണ്ട്. പക്ഷെ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ബയോമൈനിങ്ങിന് അത് പൂർത്തീകരിക്കുന്നതിന് കോർപ്പറേഷന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പണത്തിന്റെ ബാക്കി തുക അനുവദിക്കാനുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരുന്ന ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും കൂടി നടത്തി. ഫിനാൻസ് മിനിസ്റ്റർ അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഞങ്ങൾ എല്ലാവരും കരുതുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗവൺമെന്റ് അതിന് ആവശ്യമായിട്ടുള്ളൊരു ഫണ്ട് നൽകും എന്ന് തന്നെയാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് ഈ അടുത്ത് ഒരു 40 കോടി രൂപ കൂടി നമ്മുടെ CFC ഗ്രാൻഡിൽ കൊച്ചി കോർപ്പറേഷന്, അത് സാധാരണഗതിയിൽ കിട്ടുന്നതാണ്, പക്ഷെ വളരെ സ്പീഡിൽ കോർപ്പറേഷൻ ഈ പ്രയാസങ്ങളൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറികടക്കാൻ വേണ്ടിയിട്ട് തരും എന്നുള്ളതാണ്.
അപ്പോൾ ആ ഒരു കാര്യം ആ നിലയിൽ തന്നിട്ടുണ്ട്. ബഹുമാന്യ ശ്രീ സുധി ചോദിച്ചൊരു ചോദ്യത്തിൽ സുധി ഇപ്പോഴത്തെ കൗൺസിൽ വരാതെ ഇരിക്കണോണ്ടാണ് അത് ഞങ്ങളിടയ്ക്ക് ചർച്ച ചെയ്തതാണ്. അപ്പോൾ UDFന്റെ കൗൺസിൽ അംഗങ്ങൾ ആരും ഗവൺമെന്റിന് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല. നമുക്ക് പണ്ടങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് 110 ഏക്കർ ആവശ്യമില്ല. വ്യവസായ വകുപ്പ് മന്ത്രിക്കും ആ കാര്യം അറിയാം. അദ്ദേഹം ഇടയ്ക്ക് ഇടപെട്ടതാണ് ആ കാര്യത്തിൽ. നമുക്കൊരു 50 ഏക്കർ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മൾ പത്രങ്ങളിലേക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു 50 ഏക്കർ ഉണ്ടെങ്കിൽ നമ്മുടെ CBG പ്ലാന്റ്, ഇപ്പം നിലവിലുള്ള BSF പ്ലാന്റ്, ഇനി വരാനുള്ളൊരു വിൻഡ്രോ പ്ലാന്റ്, വരാനുള്ളൊരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ്, ഇതെല്ലാം ഒരു 50 ഏക്കറിൽ നമുക്ക് ഒതുക്കാം. ബാക്കിയുള്ള 50 ഏക്കർ ഗവൺമെന്റിന് പല കാര്യങ്ങളും ആലോചിക്കാവുന്നതാണ്. പക്ഷെ ആ കൗൺസിലുള്ള UDF അംഗങ്ങൾ എടുത്തൊരു സമീപനം ഒരു കാരണവശാലും കൊച്ചി കോർപ്പറേഷന്റെ 1 സെന്റ് സ്ഥലം പോലും കുറയാൻ പാടില്ല എന്നാണ്. പക്ഷെ ഈ സ്ഥലം മുഴുവൻ എടുത്തത് ഞാൻ പറയുന്നില്ല ഏത് കാലത്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിന് അനുഭവിച്ച അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അതിൽ കൗൺസിൽ ഒരു യുനാനിമസ് ആയ ഡിസിഷൻ എടുത്താൽ ഗവൺമെന്റ് അതിന് എതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വ്യവസായ വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ സ്ഥലം ലഭിച്ചാൽ അദ്ദേഹം എടുക്കണമെന്നതിനൊന്നും എതിര് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് പൊതുവെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും, കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ, സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും പങ്കെടുക്കുന്നുണ്ട്. ശരി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.